അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, സ്പീഡിന്റെ ചക്രത്താളുകൾ പ്രശോഭിച്ചു നിൽക്കുന്ന ധീരവനിതയുടെ ഓർമ്മയിലൂടെ തീർത്ഥയാത്രയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ ധരിപ്പിക്കുന്ന കഥയുടെ പേര് അധികാരികൾക്ക് മുമ്പിലെ പെൺസിംഹം. അതെ, അധികാരികൾക്ക് മുമ്പിലെ പെൺസിംഹം. സ്പെയിൻ കുന്നുകളും മലകളും തായ്വാനങ്ങളും മരങ്ങളും മലർവാടികളും സർവ്വതും ആ നാടിനൊരു നല്ലാക്കി മാറ്റി. സുന്ദരമായ പ്രകൃതിയുടെ വലുതാനത്തൊപ്പം ദേവ് ആ മണ്ണിന് ഇസ്ലാമിന്റെ വളർത്തി പുഷ്ടി നൽകി. ആ മണ്ണിൽ നിന്ന് മാറി പോയിട്ടില്ല. ലോകത്തിന്റെ നെറുകയിൽ പ്രേമ തൂവി നിന്ന ആ മഹാസംസ്കാര കേന്ദ്രത്തെ ലോകം ഒറ്റ നോക്കിക്കൊണ്ടു നിന്നു. പക്ഷേ സ്പെയിനിൻ മണ്ണിൽ നിന്ന് അണഞ്ഞു മാമല നാട്ടിൽ നിന്ന് ഈ മാനിന്റെ പ്രഭാവം പറ്റുന്നേ. ആ നാട്ടിൽ നിന്ന് നാട്ടിൽ താണ്ഡവമാടുന്നേ. സ്പെയിൻ, നിനക്ക് എന്തു പറ്റി? ഇസ്ലാമിക് ഖിലാഫത്തിന്റെ ഈ ജനമായിരുന്നല്ലോ നീ. ഇന്ന് സ്പെയിൻ ശക്തികളുടെ കരളാഹസ്തങ്ങളിൽ ഞമരുകയാണ്. പാവം മുസ്ലിങ്ങൾ അവരുടെ അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെടുകയായി. സ്വന്തം വീടുകളിൽ പോലും അവർക്കിനി താമസിക്കാൻ അവകാശമില്ല. ക്രിസ്ത്യരുടെ താണ്ഡവ പീഡകൾ സഹിക്കാൻ പൊറുതിമുട്ടി. അതാ അങ്ങോട്ട് നോക്ക്. ആ കൊച്ചു പുരയിൽ മാത്രം ഒരു പ്രാർത്ഥന പോയിരുന്ന ശബ്ദം കേൾക്കാം. വെന്തുരുക്കുന്ന ചൂടിയും കുട്ടിക്ക് കൂട്ടായി ആ ഉമ്മ അവിടെ കഴിഞ്ഞുകൂടുകയാണ്. ഗ്രാമം മുഴുവൻ സ്വന്തം കിങ്കരമാർ ഉറങ്ങിക്കൊള്ളുകയാണ്. ഇനി അവരുടെ രക്ഷാശക്തികളുടെ ഭരണയോട്ടമാണ്. അതേ, രൂക്ഷമായി അതേ, അധികാരത്തിന്റെ കൊടുങ്കാറ്റുകൾ കൊച്ചുപുരയിലേക്ക് മടിച്ചു വീശി. നിന്റെ മതമേതാ? ഇസ്ലാം. നിന്റെ പേരോ? സോഫിയ. പതിന സ്വരത്തിൽ പ്രതികരിച്ചു. ഈ നസ്രാചാരത്തിൽ നിനക്കിൽ നിലനിന്ന് പോണമെങ്കിൽ നീ നിന്റെ ഉപേക്ഷിക്കേണ്ടി വരും. ഇല്ല, എന്റെ മതത്തിൽ നിന്ന് ഒഴിയുന്ന പോലും പിന്മാറാൻ ഞാൻ തയ്യാറല്ല. സോഫിയുടെ തീരുമാന പ്രഖ്യാപനം കിങ്കരന്മാരുടെ കുഴാന്തരങ്ങളിൽ പ്രതിഫലം സൃഷ്ടിച്ചു. സൈന്യം നേരെ ഇവൾ ഇത്ര ധീരയോ? ഇവൾ ശരിപ്പെടുത്തിയിട്ട് തന്നെ കാര്യം. സൈന്യം നേരെ ഫെർണാണ്ടോയുടെ സന്നിധിയിലേക്ക്. സോഫിയയുടെ തൃക്കരങ്ങൾ രാജപടം കെട്ടി ആ മന്ദമാതിയോടെ തറയിൽ പൂട്ടി. കണ്ണമിടറി തുടങ്ങി, കണ്ണു നിറഞ്ഞു കവിഞ്ഞു. മലർത്തി സോഫിയയുടെ തറയിൽ പൂട്ടി. പ്രിയ പ്രഭു, ഞങ്ങളെ പിൻസിംഹത്തോട് തോറ്റു. മതം മാറ്റത്തിനായി അവളോട് പാടാത്ത പാട്ടില്ല, പറയാത്ത കഥയുമില്ല. എന്നിട്ടും അവൾ വിസമ്മതിച്ചു. ധീരയായ അവളുടെ തീരുമാന പ്രഖ്യാപനം ഞങ്ങളെ കൂടുതൽ ചൊടിപ്പിച്ചു. കിങ്കരമാരുടെ വാർത്ത കേട്ട് ഫെർണാണ്ടോ പൊട്ടിത്തെറിച്ചു. ആരവേ, കൊണ്ടുപോകണേ, എന്റെ കാലാഗ്രഹത്തിലെ ശിക്ഷകൾ അവളെ വന്ന് പഠിക്കട്ടെ. സൈന്യം നേരെ സോഫിയയുടെ വീട്ടിലെത്തി. നിർമ്മലയായ മഹലാരക്തത്തെ അവർ കയ്യാൻ വിട്ട് കൊണ്ടുപോവുകയാണ്. സാക്ഷാൽ ഫെർണാണ്ടോയുടെ ജയിലിലേക്ക്. ജയിലിലെത്തി ബീവി അറിയാതെ ഇരുമി തുടങ്ങി. പെട്ടെന്നാണ് ഫെർണാണ്ടോയുടെ സൈന്യം അവിടേക്ക് എത്തിയത്. ജയിലിന്റെ ഉള്ളിൽ നിന്നും സോഫിയ കണ്ണീർ വാഴ്ത്തുന്നു. ഹൃദയത്തിൽ വേദന നീറിപ്പുകയുന്നു. റബ്ബേ, നീ കാവൽ തന്നെ കർണാമനെ സുബ്ഹാനേ. എൻ മകനെ കാത്തിടണേ, കർണകടാക്ഷം ചൊരിയണേ. അവനാണ് ജീവിത വിജയം, അവനിലേക്ക് ശോഷമജയം. അവനെ നീ കാത്തിടണേ കർണാമനെ സുബ്ഹാനേ. അവനെ നീ കാത്തിടണേ, കർണകടാക്ഷം ചൊരിയണേ. ഇതിന്റെ അവസാന പ്രഖ്യാപനമാണ്. രണ്ടാമതൊരു കാര്യം നിനക്ക് തീരുമാനിക്കാം. ഒന്നെങ്കിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച് നീ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരിക. അതല്ലെങ്കിൽ നീ ആദ്യം നോക്കിപ്പോയി നിന്റെ പിഞ്ചു കുഞ്ഞിയെ തീ കൂടാരത്തിലേക്ക് വലിച്ചെറിയുക.
ഫെർണാണ്ടയുടെ വാക്ക് കേട്ട് ഫെർണാണ്ടയുടെ അട്ടഹാസത്തിന് മുമ്പിൽ സോഫിയ വിശൽമാന പെൺസിംഹമായി. ഇല്ല ഇല്ല വെള്ളമാരെ, ഞാൻ എന്റെ ഭക്തിയിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്മാറില്ല. അതിന്റെ പേരിൽ എന്തൊക്കെ സംഭവിച്ചാലും ശരി. സോഫിയുടെ തീരുമാന പ്രഖ്യാപനം കിങ്കരന്മാരുടെയും ഫെർണാണ്ടയുടെയും ഹൃദയം പൊട്ടിച്ചു. എടി ആരവളെ കൊണ്ടുവാവളെ, നിന്റെ കൈ കൊണ്ട് തന്നെ നിന്റെ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയുക. അല്ല, ഇപ്പോൾ ആ മാതാവിന്റെ അതിരങ്ങൾ എന്തൊക്കെയോ മന്ത്രിക്കുകയാണ്. എന്തായിരുന്നു അത്? ഉണ്ണിക്കണ്ണി രണ്ടും പൂട്ടി കിനാവുകൾ കണ്ടുറങ്ങൂ നീ മകനെ. ജന്നാത്തുൽ ഫിർദൗസിൽ പാടി കളിക്കുന്ന ഉപ്പാന്റെ സ്വർഗ്ഗത്തിൽ നീ മകനെ. ഉപ്പാന്റെ താഴെ ഓങ്ങി നിറയുന്ന കവിതത്തിൽ നിറമാണു നിന്നയം. ഉപ്പാന്റെ നോമഴ തിങ്ങി നിറയുന്ന മണ്ണിന്റെ മണമാണു നിന്നയം. കുഞ്ഞെ, ഓമനെ, നിന്നെ പാലൂട്ടി ചോറൂട്ടി താരാട്ടിയതാ കൈകളിതാ നിന്നെ തീയിലേക്ക് വലിച്ചെറിയുകയാണ്. എന്റെ പൂമകനെ, നീ ഇന്ന് പോകുന്നത് ധീരനായി മരിച്ചുപോയ നിന്റെ വലിയ പിതാവിന്റെ അടുക്കിലേക്കാണ്. ഉപ്പാനോട് എന്റെ സ്ഥലം പറഞ്ഞേക്കണേ. ജനങ്ങൾ തിങ്ങി നിന്ന നിമിഷത്തിൽ ആ ഉമ്മാന്റെ കണ്ടവിടറി, കണ്ണുകൾ നിറഞ്ഞു, ഹൃദയം വിങ്ങിപ്പൊട്ടി, കാലുകൾ പിറകോട്ടടിച്ചു. അവനെ, നിനക്കിനി മാപ്പില്ല. മോനെ, നീ ഉമ്മേനെ വൈകിപ്പിക്കുന്നില്ല. നീ പൊയ്ക്കൊള്ളുക. നിന്റെ ഉപ്പ പോയ മാർഗത്തിലൂടെ, ആ വാക്യത്തിലൂടെ അവൾ അവനെ എറിഞ്ഞു കൈയെടുത്തു. സ്വബോധം നഷ്ടപ്പെട്ട് അവൾ പിറകോട്ട് മറിഞ്ഞു. മദീനത്തിലോതിയ മഹിമ പിഴത്തിടലായി, തെറ്റുകൾ കുറ്റങ്ങളെല്ലാം പൊറുത്തിയ മഹിമ പിഴത്തിടലായി, മരണത്തിടലായി. ദൈനംദിന സുഖങ്ങൾക്ക് വേണ്ടി സ്വന്തം മനത്തെ കഴിച്ചമർത്താൻ ശ്രമിക്കുന്നവർക്ക് ഇതുപോലെയുള്ള സോഫ്യമാരുടെ ധീരചരിത്രങ്ങൾ ഓർമ്മയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ ചരിത്ര കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.